ട്വിൻസ് ആയതുകൊണ്ട് ഫോർമുല കൊടുക്കണമെന്ന് യാതൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളും ഇല്ല. അമ്മയുടെ മുലപ്പാലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുഞ്ഞ് വലിച്ചു കുടിക്കുന്നതിനനുസൃതമായി അമ്മയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസിനനുസൃതമായി പ്രൊലാക്റ്റിനും ഓക്സിറ്റോസിനും സിന്തസൈസ് ചെയ്യുമ്പോൾ പാല് നാച്ചുറലായിട്ട് ഉണ്ടായി വരികയാണ്. എന്തുമാത്രം കൂടുതലൊരു കുഞ്ഞ് മുലഞ്ഞുണയുന്നു അതിനനുസരിച്ച് പാല് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിച്ച് വരികയും ചെയ്യുന്നു. നന്നായിട്ട് വെള്ളം കഴിക്കുക, പോഷകസമൃദ്ധമായ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുകയും ചെയ്യുക. കുഞ്ഞിൻ്റെ പ്രസൻസ് കുഞ്ഞു മുലഞ്ഞുണയുന്നതിനനുസരിച്ച് കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് വെക്കുകയും ആ മനസ്സിൻ്റെ സന്തോഷവുമാണ് നമ്മുടെ മനസ്സിൻ്റെ ദൃഢനിശ്ചയവുമാണ് പാലുണ്ടാവാനുള്ള ഏറ്റവും ഈസി മെഷേഴ്സ്. ഇനി നന്നായിട്ട് വെള്ളം കുടിക്കുകയും ചെയ്യുക. ഹൈഡ്രേഷൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറുമാണ്. 2 കുഞ്ഞുങ്ങൾ ഉള്ളപ്പോൾ അമ്മയ്ക്ക് മാറി മാറി മുല കൂട്ടാവുന്നതാണ്. ഒരു കുഞ്ഞ് കുടിച്ച മുല പിന്നെയും മറ്റേ കുഞ്ഞ് വലിക്കുമ്പോൾ ഇനഫായിട്ടുള്ള ഫോർ മിൽക്കും ഹൈൻഡ് മിൽക്കും ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ നമുക്ക് ഒരേ സമയത്ത് 2 ബ്രസ്റ്റ് മാറി മാറി ഫീഡ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, എങ്ങനെ ഇനഫ് പാലുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നു. കുഞ്ഞ് പലതവണ മൂത്രമൊഴിക്കുന്നു, കൺസിസ്റ്റന്റ് വെയിറ്റ് ഗെയിൻ ഉണ്ട്, ഇറിറ്റബിലിറ്റി, എക്സസീവ് ക്രൈ ഒന്നുമില്ല, അത്യാവശ്യം ഉറങ്ങുന്നുണ്ട്. കുഞ്ഞ് ആഴത്തിലും താളത്തിലും വലിച്ചു കുടിക്കുമ്പോൾ നമ്മൾ കുഞ്ഞ് വലിച്ചു കുടിക്കുന്ന ശബ്ദം മനസ്സിലാകുകയും ചെയ്യുന്നു. കുഞ്ഞിന് ഉറക്കം കിട്ടുകയും ചെയ്യുന്നു. കൺസിസ്റ്റന്റ് വെയിറ്റ് ഗെയിൻ ആണ് ഏറ്റവും നല്ല ലക്ഷണവും ഉണ്ടാകുന്നത്. ഇനി അമ്മയ്ക്ക് ക്ഷീണം, തളർച്ച, അസ്വസ്ഥത, ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് പൊടി കൊടുക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ പൊടി നിർബന്ധമായിട്ടും കൊടുക്കണമെന്നുള്ളത് ഇല്ല.